അത് കൃഷി ഇന്നലെ BJPയുടെ MLA സ്കൂളിൽ പോയിട്ട് എന്താ പറയുക, മിഠായി പൊട്ടിച്ചിട്ട് മേശപ്പുറത്തിട്ട് കൊടുത്തതിനെ ഭയങ്കര ജാതി അധിക്ഷേപമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെ ഉണ്ടാക്കി. അത് ഉന്നയിച്ച നേതാവ് അവിടുത്തെ തിരുവനന്തപുരത്തെ എന്നുള്ള ഒരു മന്ത്രിയും അതോടൊപ്പം തന്നെ അവിടെ ഒരു നിയമമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി ഇന്നൊരു പോസ്റ്റ് ഇട്ടു, ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. അല്ലെങ്കിൽ അതായത് ഈ മുരളീധരൻ ചെയ്തത് വളരെ ഭയങ്കര ജാതി അധിക്ഷേപമാണ്, കുട്ടികളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിങ്ങനെ മേശപ്പുറത്ത് മിഠായി ഇട്ട് കൊടുത്തത് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനുശേഷം ശിവൻകുട്ടിക്ക് നല്ല സ്വീകരണമാണ് പൊതുവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശിവൻകുട്ടി എന്ത് ചെയ്തു, ഇന്നലെ ആ സ്കൂളിൽ സന്ദർശിച്ചു. എന്നിട്ട് മിഠായി കൊണ്ടുപോയിട്ട് ശിവൻകുട്ടി കൊടുത്തതേ ഇല്ല, മറ്റേത് മേശപ്പുറത്ത് ഇട്ടു. ശിവൻകുട്ടിക്ക് സമയമില്ലാത്തതാണോ അനുവദിക്കാത്തതുകൊണ്ടാണോ കൊടുക്കാതെ പോയി. അപ്പം അതായത് മറ്റേ ആൾ ഭയങ്കര ജാതി ബോധമുള്ള ആളാണ്, താൻ ജാതി ബോധം ഇല്ലാത്ത ആളാണ്, താൻ ഭയങ്കര ഇതാണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ വലിയ തോതിലുള്ള തട്ടാണ് ശരിക്കും ശിവൻകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ശിവൻകുട്ടി തന്നെയാണ് ഇട്ട പോസ്റ്റ് എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. അതിൻ്റെ കീഴിൽ മുഴുവനുള്ള കമൻറ്റുകളാണ്. കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സന്ദർശിച്ചു, കുഞ്ഞുമക്കളുടെ സുഖം അന്വേഷിച്ചു, ക്ലാസ് ടൈം ആയതിനാൽ കുഞ്ഞുങ്ങളെ നേരിട്ട് കണ്ടില്ല, കുഞ്ഞുങ്ങളുടെ മിഠായി വിതരണം ചെയ്യാൻ അധ്യാപകരെ ഏൽപ്പിച്ചു. ഇത് മിഠായി കട്ട് ചെയ്തിട്ട് മേശപ്പുറത്ത് ഇട്ട് കൊടുത്തതാണ് ഇവിടുത്തെ ജാതി കൃഷിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം അതിന് പോലും സമയം കിട്ടാതെ ഇനി പോരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആളുകൾ എടുത്തിട്ട് വൻതോതിലുള്ള ഞാൻ കുറേ കമൻറ്റുകൾ, നിറച്ച് കമൻറ്റുകളാണ്, വയറ നിറച്ചുണ്ടായിരുന്നു. കുട്ടികളുടെ അടുത്ത് വരെ പോയില്ലേ, ഇജാതി അയിത്തമോ ഒരു അന്തം കമ്മിക്ക കുട്ടികളോട്. മുഴുവൻ എത്രയും കമൻറ്റുകളാണ്. താങ്കൾക്കൊരല്പം കാത്തിരുന്നെങ്കിൽ കുട്ടികളുടെ കയ്യിൽ മിഠായി കൊടുക്കാമായിരുന്നല്ലോ, അതുപോലും ചെയ്യാതെ അധ്യാപകരെ ഏൽപ്പിച്ച് തിരിച്ചു വന്നത് താങ്കളുടെ ഉള്ളിലെ നായർ മാടമ്പിത്തരമല്ലേ, തീർത്തും താങ്കളല്ലേ അയിത്തം ആ കുട്ടികളോട് കാട്ടിയത്. ഉയർന്ന ജാതിയിൽപ്പെട്ട താങ്കൾ ജാതിമറി മൂത്ത് താണ ജാതിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് ആ കുട്ടികളെ അടുത്തുപോലും അയിത്തം കൽപ്പിച്ച് മാറി നിന്നുകൊണ്ട് മിഠായി അധ്യാപകരെ ഏൽപ്പിച്ചു വന്നു എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു? താങ്കൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായത്? കഷ്ടം തന്നെ. അയ്യോ കഷ്ടമായിപ്പോയി. കുട്ടികളുടെ അടുത്തുപോലും പോവാതെ അധ്യാപകരെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് ആ കുട്ടികളെ തൊടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? മനസ്സിൽ ഇത്ര ജാതി വിഷമുള്ള നിങ്ങളത് ചെയ്യില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി കുഞ്ഞുങ്ങളെ ഒന്ന് നേരിൽ കാണാൻ കൂടി മടിച്ച് അയിത്തം കൽപ്പിച്ച് മാറി നിന്നു. കുഞ്ഞുങ്ങളുടെ ഇരിക്കുന്ന ക്ലാസ്സിൽ കയറിയാൽ തനിക്ക് തീണ്ടായ്മ ഉണ്ടാവും എന്ന് കരുതിയാണ് മുൻ മന്ത്രി ക്ലാസ്സിൽ കയറാതെ ഇരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആക്ച്വലി ഈ കമന്റുകളിൽ കൂടുതലും ഈ ജാതി എന്ന് പറയുന്ന കാർഡ് എടുത്ത് കളിച്ച ഈ പുള്ളിയെ ശരിക്കും ആക്കിക്കൊണ്ടുള്ള കമന്റുകളാണ്. കാരണം പുള്ളി ജാതി കാർഡ് എടുത്തിട്ടു, ഞാൻ മുരളീധരൻ ജാതി ബോധം കാരണമാണ്, ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കീഴിലുള്ള കമന്റുകൾ മൊത്തം ഇതേപോലെയാണ്. ഇദ്ദേഹം ഇതെല്ലാം കാണുകയാണ്. ഇത്തരത്തിലുള്ള തരംതാണ രീതികൾ ഉപേക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ഈ കമന്റുകളിലെ ഗുണത്തെക്കുറിച്ചോ നിലവാരത്തെക്കുറിച്ചോ പറയല്ല. കുട്ടികളെ കാണാനേ നിന്നില്ല, SC അല്ലേ, അതാവും, ഇത്ര തിരക്കാണെങ്കിൽ എന്തിനാ പോയത്? അതെ, ഇങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. മറിച്ച് ഒരാൾക്കെതിരെ ഇങ്ങനെ നമ്മളിങ്ങനെ, ഇതിപ്പോൾ നല്ലൊരു കാലമാണല്ലേ, എല്ലാവർക്കും ഉന്നയിക്കാൻ പറ്റിയ ഒരു കാർഡായിട്ട് ഈ ജാതി കാർഡ് എടുത്തിരുന്നു. അതിനകത്ത് പർച്ചേസ് കിട്ടുമെന്ന് നോക്കുന്നു, സ്വയം മഹത്വപ്പെടുത്തുന്നു, അന്യരെ അപമാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്പം തന്നെ പണി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. സ്വന്തം കൈകൊണ്ട് കൊടുക്കാതെ അധ്യാപകരെ ഏൽപ്പിച്ച താങ്കളുടെ ഉള്ളിലെ ജാതി സവർണത കൊണ്ടല്ലേ? ശരിയായ ചോദ്യമാണ്. കാര്യം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ബാധകമാണ്. ഈ ജാതി കാർഡ് എടുത്ത് കളിക്കുകയും ഇത്തരത്തിൽ സ്വയം മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവരെ ആരോപിക്കുകയൊക്കെ ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നതല്ലാണ്. അതിൻ്റെ കുറേ കമൻറ്റുകളുണ്ട്, ഞാനെല്ലാം വായിക്കുന്നില്ല. വിഷം കലക്കൽ എന്നൊക്കെ കുറേ കമൻറ്റുകൾ മൊത്തം അതിനകത്ത് ആവശ്യത്തിന് പുള്ളി
ഒന്ന് വായിക്കാമെങ്കിൽ ഈ പണി പുള്ളി നിർത്തും എന്നാണ് എനിക്ക്